ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ 3 പക്ഷികളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ രുചി അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കുവാൻ. ഇതിനു കാരണം നിങ്ങളുടെ മനസ്സിലെ ഫീലിങ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായി പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് എവിടെ നിന്നും ലഭിക്കുകയുള്ളൂ. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക. അങ്ങനെ മനസ്സ് ശാന്തമാകാൻ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമാവും. അപ്പോൾ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് മനസ്സ് ശാന്തമാക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് ഒരാളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കണ്ണുകൾ തുറന്ന് മനസ്സ് പറയുന്ന ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. ഏത് പക്ഷിയാണെന്ന് കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മനസ്സിൽ വച്ചാലും മതി. ആദ്യമായി പറയുന്നത് ഒന്നാമത്തെ ചിത്രം, അതായത് പൊന്മാനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ്. ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാനും നന്നാവണം, മറ്റുള്ളവരും നന്നാവണം എന്നുള്ള ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിലുള്ളതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും, നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന്. അങ്ങനെ ഒരു മനസ്സിനുടമയാണ് അയാൾ. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണമെന്ന് കുട്ടികളെപ്പോലെ ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതവും അയാൾക്കുണ്ട്. ഈ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് പതിവ്. ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു ശത്രുവല്ല, പകരം മിത്രമാണ്. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പലവട്ടം തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഇയാൾ കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകും, എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അതിനു നേരെ വിപരീത സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുക. ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അയാൾ പിന്നീട് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണ് എന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമതായി പൊന്മാൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മൈൻഡ് റീഡിങ്ങിൻ്റെ ഭാഗമായി പറയാനുള്ളത്. നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി രണ്ടാമത് പറയുന്നത് തത്തയെ തിരഞ്ഞെടുത്ത വ്യക്തികൾ, അതായത് മനസ്സിൽ ചിന്തിച്ച വ്യക്തി ഒരു പാവത്താനാണ്. ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഉള്ളവർ സന്തോഷമായി ഇരുന്നാൽ മതി എന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തികളാണ്. ഇത് നിങ്ങളുടെ കൂട്ടുകാരിയായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയോ ആയിരിക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട വ്യക്തിത്വവുമായിരിക്കാം. ആരായാലും ശരി, നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അങ്ങനൊരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല. മാത്രവുമല്ല, അയാൾ മറ്റേതോ ലോകത്താണ് എന്ന പോലെയാണ് മിക്ക സമയങ്ങളിലും നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്, ഇയാൾ ഇത്രയും കെയർലെസ് ആയിട്ട് നിങ്ങളോട് പെരുമാറാൻ കാരണം എന്താണെന്ന്. പല പ്രാവശ്യവും സംശയിച്ചു പോകേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും സാധ്യമല്ല. കാരണം നിങ്ങളുടെ സ്വഭാവ മഹിമയിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ്. അതുപോലെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല പല സംശയങ്ങളാണ് നൽകുന്നത്. ഇത് പറയാൻ കാരണം അയാൾ നിങ്ങളോട് ചോദിക്കാൻ അയാളുടെ മനസ്സിൽ കരുതി വച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി, അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നോർത്ത് ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യാകുലത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ പരാതിയില്ല. കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം. അതുമാത്രവുമല്ല, മറ്റാരുടെ അടുത്തു നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിന്നും സഹായമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇനി ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പൂർണ്ണമായി സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും ഇയാൾ ഒരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത്രയുമാണ് തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് തൊടുകുറി ശാസ്ത്രപ്രകാരം പറയാനുള്ളത്. അടുത്തത് മൂന്നാമതായി പറയാൻ പോകുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ്.
നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മനസ്സ് ഏറിയ പങ്കും ക്രൂര സ്വഭാവമുള്ളവരാണ്. ഇയാളുടെ മാനസികാവസ്ഥ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആര് ചത്താലും വേണ്ടില്ല, എനിക്ക് അടിയന്തരം ഉണ്ണണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ മാത്രം നന്നായാൽ മതി എന്നുള്ള ഒരു കുടില ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഇയാൾ. അതുപോലെ തന്നെ ഒരു ദയയുമില്ലാത്ത പെരുമാറ്റം, പരുഷമായ വാക്കുകൾ സംസാരിക്കുക, ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഈ വ്യക്തിയുടെ പെരുമാറ്റമായി കാണുന്നത്. എന്നാൽ ആരെ വഞ്ചിച്ചും പണം നേടാനുള്ള ഇവരുടെ മിടുക്ക് മറ്റൊരാളിലും നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത്. വാസ്തവത്തിൽ ഇയാളോട് ഒപ്പമുള്ള സഹവാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം സന്ദർഭങ്ങളിൽ നിങ്ങളോട് കടം ചോദിക്കാനും എന്നാൽ അത് തിരികെ തരാൻ കൂട്ടാക്കാത്ത ഒരു സ്വഭാവ പ്രകൃതവുമുള്ള വ്യക്തിയും കൂടിയാണ് ഇയാൾ. പ്രധാന പ്രത്യേകത എന്തെന്നാൽ, സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കാതെ അന്യരുടെ പണം കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുകയും തത്സമയം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്വഭാവ പ്രകൃതവും ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിലും എന്തെങ്കിലും ആകട്ടെ ക്ഷമിച്ചേക്കാം എന്ന ധാരണയോടുകൂടി നിങ്ങൾ ഈ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിച്ചിടപെട്ടില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നിങ്ങളെ ചൂഷണം ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇത്രയുമാണ് ഉപ്പനെ മനസ്സിൻ്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾ അറിയേണ്ട വ്യക്തിയുടെ മനസ്സ് എപ്രകാരമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്നും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്നും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.